ഇനി വീണ്ടും നമ്മൾ ഉത്രാടപ്പാച്ചിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇന്നത്തെ ദിവസം നാടെങ്ങും ഓണം വരുന്നത് പോലെ തന്നെയാണ്. കച്ചവടക്കാരുടെയും ഓണം ഈ ഒരു ദിവസത്തെ വരുമാനത്തിൽ നിന്നൊക്കെയാണ് പ്രധാനമായും വരുന്നത്. തിരുവനന്തപുരത്ത് കാലാവസ്ഥയൊക്കെ അനുകൂലമാണെന്ന് കരുതുന്നു. എങ്ങനെയുണ്ട് ഉത്രാട തിരക്ക്? കാലാവസ്ഥ വളരെ അനുകൂലമാണ്. കുറച്ച് ചൂട് കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നിലവിൽ ചാല മാർക്കറ്റിൽ തിരക്ക്, വാഹനങ്ങളുടെ തിരക്കാണ് കൂടുതലും. കാരണം ജനങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഉത്രാടപ്പാച്ചലിന് വേണ്ടിയിട്ട്, അതായത് ഓണത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും വാങ്ങുന്നതും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കുന്ന ഇന്നത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് കാര്യങ്ങൾ നീക്കിവെച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം രാവിലെ വന്ന സമയത്തും ഇപ്പോഴുമെല്ലാം ഈ പച്ചക്കറി അടക്കമുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിലേക്ക് ഇറക്കുന്നതും അത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങളുടെ തിരക്കാണ് ഇവിടെ കൂടുതലും. പക്ഷേ ജനങ്ങളുടെ തിരക്കായി വരുന്നു. പലരും കിറ്റുകളും മറ്റും വാങ്ങുന്നു, പച്ചക്കറികളും മറ്റും വാങ്ങുന്നുണ്ട്. മാർക്കറ്റ് സജീവമാണ്. ഒട്ടും ഇത്തരത്തിലുള്ള ഒരു ഉത്രാടപ്പാച്ചിലേക്ക് എത്തിയില്ലെങ്കിലും സ്വാഭാവികമായുള്ള തിരക്കുകളുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു മാർക്കറ്റ് സജീവം തന്നെയാണ്. നിലവിൽ ഈ പച്ചക്കറി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി മാർക്കറ്റിനായിക്കോട്ടെ എല്ലാവിടെയും അധികം വിലക്കയറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ട് എന്നാണ് പ്രധാനമായും വ്യാപാരികൾ പറയുന്നത്. അതായത് സാധാരണ ഓണത്തിന് മാർക്കറ്റിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള അത്ര വ്യാപകമായിട്ടുള്ള പച്ചക്കറികളുടെ ഒരു വരവ് ഇത്തവണ ഇല്ല. പക്ഷേ അതിനനുസരിച്ചുള്ള തിരക്ക് ആയി വരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പരാതി ഈ ഒരു കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വെളിച്ചെണ്ണയുടെ വിലക്കയറ്റമടക്കം നമുക്കറിയാം കൂടുതലായിട്ടും ഈ ഒരു വിപണിയെ ബാധിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ സപ്ലൈകോയിലടക്കം വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. സപ്ലൈകോയിലൊക്കെ നമുക്കറിയാം റെക്കോർഡ് കച്ചവടമാണ് നടന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് നോക്കാം. എങ്ങനെയുണ്ട് കേട്ടോ ഉത്രാടപ്പാച്ചൽ? ഓണപ്പാച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? അതിഗംഭീരം. വിലക്കയറ്റം എന്തെങ്കിലും ഉണ്ടോ പച്ചക്കറികൾ? പച്ചക്കറി കഴിഞ്ഞ വർഷത്തെ അത്രയും വിലയില്ല. ഇല്ല, ഇത്തവണ വില കുറവാണ്. വില കുറവാണ്. എങ്ങനെയുണ്ട് കേട്ടാ കച്ചവടം? എങ്ങനെയുണ്ട്? ഓക്കെ, എല്ലാവരും കച്ചവടം നടക്കുന്നതിന്റെ തിരക്കിലാണ്. നമ്മളവരെ അധികം ഇത്തരത്തിലുള്ള തിരക്കിലേക്കാണ് നേരത്തെ വന്നതിന്റെ സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിലും ഓണത്തിരക്കിലേക്ക് എത്തുകയാണ്. അവിടെ ആളുകൾ വന്നു തുടങ്ങുന്നു. ഒപ്പം കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം നല്ല കച്ചവടം കിട്ടുമെന്ന് തന്നെയാണ് അവിടുത്തെ കച്ചവടക്കാരുടെയും പ്രതീക്ഷ. ഇടവേളയ്ക്ക്